ഒന്നും പറയണ്ട. എന്റെ കുഞ്ഞിനെ സ്രാവ് തിന്നെങ്കിൽ എന്നെ തിന്നോട്ടെ. എന്റെ പ്രാണന് കടലെടുത്തോട്ടെ. നമ്മളെ സുന്ദരേശ്വരി കടലിൽ പോയി തിരിച്ച് കരയിലെത്തി. എവിടാണ്? അവിടെ മകളെ മുത്തേ, മകളെ ആഴക്കടലിലും പുറംകടലിലും ഒക്കെ ഞാൻ ശ്രാവിനെ തെരഞ്ഞ് എങ്ങും ശ്രാവിനെ കാണാനില്ല. സ്രാവ് വന്നതും കടൽ ഇളക്കി മറിച്ചതും ഒക്കെ സത്യാണ്. പക്ഷെങ്കി ഇപ്പൊ കടലില് അങ്ങനെ അപകടകാരിയായ സ്രാവേ ഇല്ല. അപ്പൊ ഇനി കടലിൽ പോകാമെന്നാണോ? ധൈര്യമുള്ളവർക്ക് പോകാം. ഹരേന് കയറിലുറപ്പ് വേണ്ടതേ കരയിലല്ല കടലിലാണ്. അരേമാര് ചങ്കൂറ്റത്തോടെ വള്ളത്തിൽ പോയി തിരയണം. മല പോലെ മതിച്ചു നടക്കുന്ന സ്രാവിനെ പിടിച്ചേ കരയില് കൊണ്ടുവരണം. കടാലിനെ കൊണ്ട് കഞ്ഞി കുടിക്കണ അരയന്മാരുടെ കടമയത് അല്ലേ? പെണ്ണായി പിറന്ന എന്റെ കരളുറപ്പ് ആണായി പിറന്ന അരയന്മാർക്കില്ലേ? ഉണ്ട്. മുണ്ടാതെ പെണ്ണെ, ആലോചനയില്ലാതെ കടലിൽ പോയവള് ആപത്തില്ലാതെ തിരിച്ചു വന്നതേ അപ്പനമ്മമാരുടെയും അരയന്മാരുടെയും ചുട്ടുപൊള്ളണ പ്രാർത്ഥന കൊണ്ടാണെന്ന് ഓർക്കണം. നീ അങ്ങനെ അരയന്മാരെ വെല്ലുവിളിക്കൊന്നും വേണ്ട കേട്ടാ. തോറയുടെ പെരിയോരായ നുമ്മ ഒറ്റയ്ക്ക് പോകും. കടല് മുടിക്കാൻ വന്ന സ്രാവിനെ ഈ സുധർമ്മൻ ഒറ്റയ്ക്ക് പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നിരിക്കും. പെരിയോരുടെ ഉശിരി നേരിട്ട് കണ്ടോ? വേണ്ട പെരിയോരെ, ആ സ്രാവ് പുറംകടലെങ്ങാണ്ട് വാ വിളിച്ച് കിടക്കുകയായിരിക്കും. ആളനൊക്കെ ഉണ്ടായ ചാടി വീണ് വെട്ടി വിഴുങ്ങിയിരിക്കും. പോകരുത് പെരിയോരെ, പോകരുത്. ഇപ്പൊ വേണ്ട പെരിയോരെ. പെരിയോരമ്മേ വിടരുത് കേട്ടാ. വിടില്ല. ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് ആലോചന ഇല്ലാണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടണ്ട. ഈ തുറയ്ക്ക് നാഥന ഇല്ലാണ്ടാക്കരുത് കേട്ടാ. സ്രാവിന്റെ കാര്യം വഴിയേ നോക്കാം. ഇപ്പൊ കുടിയിലേക്ക് പോരി. വാ വാ. പെരിയോരെ, പെരിയോരെ,
പെരിയോരെ ആ എന്താണ് അഴകി? കടലിൽ പോയവരാരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പെരിയോരെ. ആരും തിരിച്ചെത്തിയിട്ടില്ലെന്നാ? ആ, സുന്ദരേശ്വരി, കടലിലെങ്ങും സ്രാവിനെ കാണാനില്ലെന്നല്ലേ നീ പറഞ്ഞേ? മറ്റുള്ളവരുടെ മുമ്പിൽ മേനി നടിക്കാൻ വേണ്ടി നീ നുണ പറഞ്ഞതാണ്. അല്ലപ്പാ, ഞാൻ നുണ പറഞ്ഞല്ല. കടാലിലെങ്ങും ഒരു സ്രാവിനെ ഞാൻ കണ്ടില്ല. ഈ തുറയില് ഇങ്ങനെ ഒരു കാലവും ഉണ്ടായിട്ടില്ല. പെരിയോരെ പെരിയോരെ പെരിയോരെ, ആ സ്രാവ് വാ വലിച്ചു പിളന്ന് കടലാകെ കുത്തിമലച്ചോണ്ടിരിക്കുക. സുന്ദരേശ്വരിയുടെ വാക്കും വിശ്വസിച്ചോണ്ടാ ഹരയന്മാര് വല വീശാൻ പോയത്. സുന്ദരേശ്വരി പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു പെരിയോരെ. അല്ലപ്പാ, എന്റെ കണ്ണില് ഒരു സ്രാവിനെയും കണ്ടില്ലെന്ന് പറഞ്ഞത് സത്യമാണ്. കടലമ്മയാണ് സത്യം. കടലമ്മയുടെ പേര് പറഞ്ഞ് കള്ളസത്യം പറയില്ല കേട്ടാ. സുന്ദരേശ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വല്ല വിധനയും സ്രാവിന്റെ വായിന്ന് രക്ഷപ്പെട്ടാ ഞങ്ങൾ പറഞ്ഞത്. ആ ഞങ്ങളുടെ ആണാ കടലിലെ സ്രാവില്ല എന്ന് പറയണേ. പെരിയോരെ, സ്രാവിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവണം. ഉണ്ടാവും. ഈ തുറയിലെ പെരിയോരായ നുമ്മ ഇതാ സത്യം ചെയ്യണം. ആ കൊലകൊലി സ്രാവിനെ കൊന്ന് ശവം കരയിൽ എത്തിക്കാണ്ട് നുമ്മ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുകയില്ല. കടലമ്മയാണ് സത്യം. ദേ, കടലമ്മയെ പിടിച്ച് സത്യം ചെയ്താ ആ സത്യം പാലിക്കണം. ഈ തുറയില് ശ്രാവിനെ കൊല്ലാൻ പോന്ന അരയൻ ആരാ ഉള്ളത്? ചങ്കുറപ്പുള്ള അരയന്മാര് ഈ കടാപ്പുറത്ത് വേണ്ടുവോളം ഉണ്ട്. സുന്ദരേശ്വരിയുടെ വാക്കും കേട്ടോണ്ട് വെറും കൈയോടെ പോയതാ കുഴപ്പമായത്. ഇനി വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തി ഞങ്ങൾ കടലിൽ പോയി ആ സ്രാവിന്റെ കഥ കഴിച്ചിരിക്കും. അങ്ങനെ സ്രാവിനെ കൊല്ലുന്ന തണ്ടും തടിയും ആണത്വമുള്ള ഏതരയനായാലും ആ യുവാവിന് പെരിയോരുടെ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കും. വിലപ്പെട്ട സമ്മാനം. എന്ത് സമ്മാനാണപ്പാ? സുന്ദരേശ്വര സ്വാമികൾ അനുഗ്രഹിച്ചു തന്ന സുന്ദരിയായ സുന്ദരേശ്വരിയെ ആ യുവാവിന് കെട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇത് സത്യം. എന്നാൽ ആ സ്രാവിനെ ഞാൻ തന്നെ പിടിച്ചു കെട്ടും. വരൻ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. എന്റെ സുന്ദരേശ്വര സ്വാമി, മീനാക്ഷി അമ്മ, കടലമ്മ, സ്രാവിനെ കൊല്ലാനായിട്ട് ഈ കടാപ്പുറത്ത് തണ്ടും തടിയും കരവിരുതുമുള്ള ഒരു അരയ യുവാവ് ഉണ്ടാവണേ. സുന്ദരിയായ എന്റെ മകൾക്ക് യോജിച്ച ഒരു അരയൻ തന്നെ സ്രാവിനെ കൊല്ലണേ. ഇനി സദ്ഗുണനല്ലാത്ത ഒരുത്തൻ വിരൂപനും മുരടനുമായിരുന്നാലും അത് ചെയ്താല് മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് സത്യം പാലിക്കണമല്ല. അതിനിടവരുത്താതെ സർവഗുണങ്ങളുമുള്ള ഒരരയന്റെ കൈകൊണ്ട് തന്നെ സ്രാവിനെ കൊല്ലിക്കണേ. സുന്ദരേശ്വര സ്വാമി, മീനാക്ഷി അമ്മേ, കടലമ്മേ, അമ്മയുടെ മല പോലത്തെ കൈകൊണ്ട് സ്രാവിനെ അടിച്ചു കൊല്ലാൻ ശക്തി പകരണേ. കൊമ്പും നീട്ടി സ്രാവ് വരുമ്പോ കൊച്ചു തിര കൊണ്ട് പൊതിഞ്ഞു പിടിച്ചോളണേ കടലമ്മേ. ആഹാ, എല്ലാവരും നല്ല ഉത്സാഹത്തിലാണല്ല. ഒരു പെണ്ണിനെ മോഹിച്ചാണ് ഈ തുറയിലെ അരയന്മാരെല്ലാരും കൂടെ ആവേശത്തോടെ കടലിലേക്ക് പോണത്. അത് പെണ്ണിന് വേണ്ടിയുള്ള മത്സരമാകരുത് കേട്ടാ. ഒരുത്തൻ സ്രാവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ മറ്റുള്ളവര് അവന് തുണയാകണം. കയ്യും കെട്ടി വള്ളത്തിൽ നോക്കിയിരിക്കരുത് കേട്ടാ. ആദ്യമായി സ്രാവിനെ കൊല്ലാൻ ശ്രമിച്ചതാരോ അവന് കെട്ടിച്ചു കൊടുക്കും. മറ്റുള്ള അരയന്മാരെല്ലാം കെട്ടുമംഗല്യത്തിന് കൂടണം.
സുന്ദരേശ്വരിയെ പെങ്ങളായിട്ട് കാണുകയും വേണം. എല്ലാവരും സന്തോഷിക്കണം. അതാണ് കടലമ്മയുടെ സത്യം. ഞാൻ പറഞ്ഞ വാക്ക് മറക്കാണ്ട് നിശ്ചയിച്ച കാര്യം നടത്തിൻ. നിങ്ങ പോയേച്ചു വരിൻ. കടലിന്റെ മക്കളെ കാത്തോണേ കടലമ്മേ. ചെല്ലി. നിങ്ങ എന്താണ് ആലോചിച്ച് കിടക്കണത്? ആ സ്രാവിന്റെ പരാക്രമം കാരണം തുറയാകെ പൊറുതിമുട്ടിയിരിക്കുകയാണല്ല. സ്രാവിനെ കൊല്ലുന്ന വീരനായ അരയന് മാത്രമേ സുന്ദരേശ്വരിയെ കെട്ടിച്ചു കൊടുക്കൂന്ന് ഉമ്മ സത്യം ചെയ്തു പോയല്ല. അങ്ങനെ ഒരു സത്യം ചെയ്യണ്ടായിരുന്നു. പെരിയോരുടെ സത്യം തുറയല്ല അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഒരു തുറയെന്നു പോലും സ്രാവിനെ കൊല്ലാൻ ഉശിരുള്ള ഒരു അരയം വരുന്നില്ലല്ല. സത്യം പാലിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അമൃതപ്പെണ്ണെ. സ്രാവിനെ കൊല്ലാനെ കൊണ്ട് മനുഷ്യന്മാർക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ മകള് നിത്യകന്യകയായി കഴിയേണ്ടി വരും. അതോർക്കുമ്പോ ഒരു സമാധാനവും ഇല്ല പെണ്ണെ. തുറയിലെ പെരിയോർക്ക് അരയന്മാരുടെ യാതനകൾ ഓർത്തല്ല, സ്വന്തം മകളെ കുറിച്ച് ഓർത്ത ആദ്യം എരിയുന്ന. എന്താ നിവർത്തി? പെരിയോരെ, എന്തായി? സ്രാവിനെ കൊന്ന? എവിടെ? ഈ തുറയിലെ ചോരേ നീരുള്ള എല്ലാ അരയന്മാരും സ്രാവിനെ കൊല്ലാൻ പെടാപ്പാട് വിട്ട്. സ്രാവിന്റെ അടിയും തൊഴിയും കൊണ്ടത് മാത്രം മിച്ചം. ആ സ്രാവിനെ കൊല്ലാൻ മനുഷ്യ ജന്മത്തിൽ പിറന്നവർക്ക് കഴിയില്ല പെരിയോരെ. അതിന് ഉടയതമ്പുരാൻ തന്നെ വരണം. പെരിയോരുടെ സത്യം പാഴ്വാക്കായല്ല. എന്റെ സുന്ദരേശ്വര സ്വാമി ഭഗവാനെ, ആ മതിച്ചു പൊളയണ സ്രാവിനെ കൊന്ന് എന്റെ മകളെ കെട്ടാൻ ആരേനൊരുത്തനില്ലെന്നാണോ? ഉണ്ട്. കടലിന്റെ മക്കളെ കണ്ണീര് കുടിപ്പിച്ചോണ്ട് ആ കൊമ്പൻ സ്രാവ് വിളയാട്ടക്കളി കളിച്ചത് മതി. എത്ര വമ്പനായാലും കൊമ്പനായാലും ആ സ്രാവിനെ ഞാൻ കൊമ്പ് കുത്തിച്ചിരിക്കും. നേരെ ചെന്ന് വല വീശി കോരിയെടുത്ത് അവനെ ഞാൻ കരയ്ക്ക് കൊണ്ടുവന്നിരിക്കും. പെരിയോരുടെ മകളെ കെട്ട് കല്യാണവും നടത്തിയിരിക്കും. അങ്ങനെ വീരവാദം മുഴക്കിയ അരയന്മാര് പലരും ഇപ്പൊ തമ്പാട്ടിലാണ് കേട്ടാ. അല്ല, നീ ആരാണ്? തെക്ക് വടക്ക് കിടക്കുന്ന കടലിന്റെ തെക്കേ തുറയിൽ നിന്നൊരരയൻ. ആ തുറയ്ക്ക് പേരില്ലേ? തുറയ്ക്കും പേരുണ്ട്, എനിക്കും പേരുണ്ട്. രാമേശ്വരം കടപ്പുറം വാഴുന്ന അരയപ്രമാണിയുടെ മകൻ മെയ്യഴകനാണ് ഞാൻ. വണങ്ങുന്നവർക്ക് വരം കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർ സ്വാമിന്ന് വിളിക്കും. മെയ്യഴകൻ സ്വാമി. മെയ്യഴകൻ പൊളി പറയില്ല. അറിയാതെ പറയുന്ന വാക്കിൽ അലങ്കാരം പോലെ സത്യമുണ്ടാകും. സത്യം ആദിപരമ്പൊരുളിലുമുണ്ടല്ലോ. മതി മതി, കയ്യൂക്കും കരളുറപ്പും ഉണ്ടെങ്കിൽ വലയെടുത്ത് കടലിൽ പോകാൻ നോക്ക്. സ്രാവിനെ കൊന്നേച്ച് തിരിച്ചു വാ, എന്നിട്ട് പറയാം ബാക്കിയൊക്കെ. അതെ, വീരത്വം കാട്ടിയവരൊക്കെ ഇപ്പൊ കരയില് മുട്ടും മടക്കി കണ്ണെന്നിട്ടിരിപ്പാ. വാക്കിലല്ല, പ്രവൃത്തിയിലാണ് അരയൻ മിടുക്ക് കാണിക്കേണ്ടത്. കാലത്തിന്റെ കണ്ണീര് പോലുള്ള കടല്
കടലിന്റെ മക്കളെ പോറ്റുന്ന കടല്, സത്യമുള്ള കടല്. പൊളച്ച് മറിയണ സ്രാവിന് കടലിന്റെ സത്യം ബോധ്യപ്പെടുത്തിയിരിക്കും. ഈ തുറയുടെ നാഥനും സുന്ദരേശ്വരിയുടെ അപ്പനുമായ പെരിയോരുടെ അനുഗ്രഹമുണ്ടാകണം. എല്ലാം മംഗളമാക്കി വന്ന് സുന്ദരേശ്വരിയെ കെട്ടണമെന്നും അനുഗ്രഹിക്കണം. വരണ 7-ാം നാൾ ഞാൻ ആ കൊമ്പൻ സ്രാവിനെ വകവരുത്തിയിരിക്കും. കരയ്ക്ക് രക്ഷകനായിട്ട് നിങ്ങ ജയിച്ചു വാ. എന്താണ്? കടലിൽ പോണതിന് മുമ്പ് കെട്ടാൻ പോണ പെണ്ണിനെ ഒരു നോക്ക് കാണണമെന്നുണ്ട്. ആശ കൊടുത്ത് അനുവാദം വാങ്ങിയിട്ടാകാം യാത്ര. അവള് കടാപ്പുറത്ത് പോയിരിക്കുക. വിളിപ്പിക്കാം. അമൃത പെണ്ണേ. വേണ്ട, ഞാൻ പോയി കണ്ടോളാം.